സോ ഹലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമ്മളിപ്പോൾ മീഡിയർ എക്സ്ട്രാക്ടിക്സ് ബോസ് നമ്മൾ ടീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഇതിൽ പാർട്ടിക്കിൾസിനെ എന്താ പറയുക റെപ്രസെൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ ഈ ടേംസിലോട്ട് വരുന്നതാണ് ഇത് പറഞ്ഞത്. അതായത് നമ്മുടെ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മളിങ്ങനെ ഈ കേളി ബ്രാക്കറ്റിൽ NI എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളുടെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാനാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സെറ്റ് നോക്കുക. ഓക്കെ, ഈ സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഇതിൽ ഫസ്റ്റ് ലെവലിൽ 1 പാർട്ടിക്കിൾ ഉണ്ട്, സെക്കൻഡ് ലെവലിൽ 1 പാർട്ടിക്കിൾ ഉണ്ട്, തേർഡ് ലെവലിൽ 0 ആണ്. സോ അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സെക്കൻഡ് ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0 1 1 കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. തേർഡ് 1 0 1 ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഈച്ച് ഓഫ് ദീസ് ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എങ്ങനെ? ഈ കേളി ബ്രാക്കറ്റ് NA ആണ്. ഇവിടെ N1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടും, N2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ, N3 കൊടുത്തു കഴിഞ്ഞാൽ തേർഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഈച്ച് ഓഫ് ദീസ് ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? ഈ കേളി ബ്രാക്കറ്റിലുള്ള NI. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഒക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യം വരും. ഓക്കെ, സോ നൗ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് an ideal gas in quantum mechanical microcanonical ensemble. Quantum microcanonical ensemble. ഓക്കെ, നമ്മൾ ഇത്രയും കാലം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസിക്കലി ആയിരുന്നു നമ്മൾ എന്ത് ചെയ്ത് മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിനൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളത് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ ഈ 3 സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കാണാം, എങ്ങനെ നമുക്ക് ഇതിന്റെ മൈക്രോസ്റ്റേറ്റ് കിട്ടി കഴിഞ്ഞാൽ ബാക്കി തെർമോഡൈനാമിക്സ് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എൻട്രോപ്പിക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, ഏകദേശം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. സെയിം വഴിയിൽ കൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോവുക. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഐഡിയൽ ഗ്യാസിൽ നമ്മൾ സ്ഥിരം കൺസിഡർ ചെയ്യുന്ന പോലെ we consider n number of non-interacting ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. non-interacting ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് which has an energy E and it is contained in a volume V. NVE വെച്ചിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സോ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഗാമ NVE. NVE വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന വോളിയം വളരെ ലാർജ് വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൈ ലാർജ് വോളിയമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താ പറയുക, ഒരേ ലെവലിൽ തന്നെ ഒരേ എനർജി ഉള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കാം. ഓക്കെ, there will be n1 number of particles having energy E1, n2 number of particles having energy E3, E2 അങ്ങനെ ഉണ്ടായിരിക്കും. സോ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? n1 E1 പ്ലസ് n2 E2 പ്ലസ് എക്സെട്ര ആയിട്ടുമ്പോൾ നമുക്ക് കിട്ടുക, നമുക്ക് ടോട്ടൽ എനർജി കിട്ടുക. അതായത് n1 പാർട്ടിക്കിൾസിന് E1 എനർജി ഉണ്ട്, n2 പാർട്ടിക്കിൾസിന് E3 E2 എനർജി ഉണ്ട്, അങ്ങനെ കൊണ്ടിരിക്കും. അപ്പോൾ അത് മൊത്തം സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. സോ സമ്മേഷൻ ആയിട്ട് എങ്ങനെ പറ്റും? സമ്മേഷൻ ഓവർ I NI EI will be is equal to total energy. Okay, so this is a condition. അതേപോലെ തന്നെ ഈ n1 n2 n3 ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടണം. സോ സമ്മേഷൻ ഓവർ I NI will give us the total number of particles. സോ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഈ സിസ്റ്റത്തിന് ഉള്ളത്. ഓക്കെ, ഇവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വോളിയം വളരെ ലാർജ് ആയതുകൊണ്ട് തന്നെ, വളരെ ഹൈ ലാർജ് വോളിയം ആയതുകൊണ്ട് തന്നെ the energy levels will be very close to each other. എനർജി ലെവൽസ് ഒക്കെ എന്തായിരിക്കും? വളരെ അടുത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ വളരെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ എനർജി ലെവൽസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് നമ്മൾ ഇതേപോലെ ഓരോ എനർജി ലെവൽസിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ പാർട്ടിക്കിൾസിനെ ഓരോ ലെവലിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ we will consider an energy. ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്തടുത്താണ് നമ്മളെ എനർജി ലെവൽസുകൾ ഇരിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇഫ് ആവറേജ് ഓഫ് ദീസ് എനർജി ലെവൽസ്, ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഇവിടെ ഈ ലെവലിന്റെ ഒക്കെ ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് E1 കിട്ടുകയാണെന്ന് വിചാരിക്കാം. ഈ ലെവൽസിന്റെ ഒക്കെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക, നമുക്ക് E1 കിട്ടുകയാണെങ്കിൽ, സോ ഈ മൊത്തം ആൾക്കാരുടെ ആവറേജ് ആണ് എന്ത്? E1 എന്ന് പറയുന്ന എനർജി ഉള്ളത്. ഓക്കെ, സോ ഇവിടെ
G1 എന്ന് പറയുന്ന നമ്പർ ഓഫ് ലെവൽസ് ഉണ്ട് വിചാരിക്കുക, ഇവിടെ N1 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് വിചാരിക്കുക. സോ നമ്മൾ ഇത്രയും കാലം കൺസിഡർ ചെയ്യുമ്പോൾ N1 E1 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ ലെവൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വോളിയം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ദർ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് ലെവൽസ്. ഓക്കെ, E1 എന്ന് പറയുന്നത് ഒരൊറ്റ ലെവൽ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും അതൊരു ഗ്രൂപ്പ് ഓഫ് ലെവൽസ് ആയിരിക്കും. ഹൂസ് ആവറേജ് എനർജി ഈസ് E1. അതിന്റെ ആവറേജ് എനർജി എന്തായിരിക്കും? E1 ആയിരിക്കും. ഓക്കെ, സോ ഈ N1 പാർട്ടിക്കിൾസിന് E1 എനർജി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ G1 ലെവൽസ്, ഇവിടെ മൊത്തം G1 ലെവൽസ് ഉണ്ട് വിചാരിക്കുക. ഈ G1 ലെവൽസുകളിലാണ് നമ്മൾ എന്തുണ്ടാവുക, നമ്മൾ ഈ N1 പാർട്ടിക്കിൾസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, ഇവിടെ കുറെ ലെവൽസ് ഉണ്ടായിരിക്കും. ഈ ലെവൽസിന്റെ ഒക്കെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് E2 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, സോ ഇവിടെ G2 നമ്പർ ഓഫ് ലെവൽസ് ഉണ്ടായിരിക്കും, ഇവിടെ N2 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് ലെവലുകളാണ്. ഓക്കെ, ഒരൊറ്റ ലെവലുകൾ മാത്രമായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഗ്രൂപ്പ് ഓഫ് ലെവലുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം വോളിയം വളരെ കൂടുതലാണ് ആൻഡ് ദി എനർജി ലെവൽസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. എനർജി ലെവൽസ് എന്താണ്? വളരെ അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, വളരെ അടുത്താണ് നിൽക്കുന്നത്. സോ ഇവിടെ വരുന്ന ഒരു ചേഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ അല്ലെ, നമുക്ക് ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ എഴുതുകയാണെങ്കിൽ നമ്മൾ ചെയ്തിരുന്നു ഫോർ എ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ഫോർ എ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു? ദാറ്റ് ഈസ് GI ബോസ്-ഐൻസ്റ്റീൻ അല്ലേ, സോ Ni പ്ലസ് അല്ലേ. സോ ഓക്കെ, സോ നമുക്ക് എങ്ങനെ വന്നിരുന്നത്? Ni പ്ലസ് GI മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് 1 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ, പക്ഷേ ആ ഇക്വേഷൻ നമ്മൾ എവിടെ യൂസ് ചെയ്തിരുന്നത്? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അല്ലെ. അതായത് ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തത് എവിടെയാണ്? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ ലെവലിലും അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. ഇപ്പൊ E1 എന്ന് പറയുന്ന ലെവലിൽ എത്രയും വരുന്നുണ്ട്? ഇത്രയും നമ്പർ ഓഫ് ലെവൽസ് വരുന്നുണ്ട്. ഇത്രയും നമ്പർ ഓഫ് ലെവൽസ് വരുന്നുണ്ട്. അതായത് G1 നമ്പർ ഓഫ് ലെവൽസ് ഉണ്ട്. അപ്പൊ അവിടെ 5 ലെവൽസ് ഉണ്ട് വിചാരിക്കുക. അവിടെ നമുക്ക് മൊത്തമുള്ളത് 4 പാർട്ടിക്കിൾസ് ആണ് വിചാരിക്കുക. ഈ 4 പാർട്ടിക്കിൾസിന് 5 ലെവലിലും എന്ത് ചെയ്യണം? നമുക്ക് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു 4 ലെവൽ ഉണ്ട് വിചാരിക്കുക, ഇവിടെ 6 പാർട്ടിക്കിൾസ് ഉണ്ട് വിചാരിക്കുക. അതിന് എന്ത് ചെയ്യണം? നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു അറേഞ്ച്മെന്റ് നടത്തണം. ആ അറേഞ്ച്മെന്റിനെ ഏത് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഗവേൺ ചെയ്യുക? ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഗവേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എത്ര അറേഞ്ച്മെന്റ് ഉണ്ടോ മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ എത്ര അറേഞ്ച്മെന്റ് ഉണ്ടോ മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ എത്ര അറേഞ്ച്മെന്റ് ഉണ്ടോ എന്ത് ചെയ്യണം? നമ്മളൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് വിൽ ബി എന്തായിരിക്കണം? മൾട്ടിപ്ലൈഡ് ബൈ സമ്മേഷൻ ഓവർ എന്ത് വരും? I വരും. ഓക്കെ, സമ്മേഷൻ ഓവർ I വരും. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വരും മൾട്ടിപ്ലിക്കേഷനാണ് വരിക. കാരണം ഓരോ സെറ്റിലും നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ലെവലുകളാണ് വരുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് ലെവലിൽ നമുക്ക് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാൻ എന്ത് വേണം? ഈക്വേഷൻ വേണം. അടുത്ത ഗ്രൂപ്പ് ഓഫ് ലെവലിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യാൻ ഈക്വേഷൻ വേണം. അപ്പോൾ ഓരോ ലെവലിലും ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ ചെയ്യാൻ നമുക്ക് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ WB ഓഫ് Ni എന്ന് പറഞ്ഞായിരിക്കും പ്രൊഡക്റ്റ് ഓഫ് ഈ കോമ്പിനേഷൻ വരും. ഓക്കെ, അതേപോലെ തന്നെ W ഫെർമി ഡിറാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി പ്രൊഡക്റ്റ് ഓഫ് ഫെർമി ഡിറാക്കിൽ എന്ത് ചെയ്യുന്നു? GI ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ Ni ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് Ni ഫാക്ടോറിയൽ വരും. ഓക്കെ, GI മൈനസ് Ni ഫാക്ടോറിയൽ വരും. ഇനി മാക്സ്വെൽ ബോൾട്സ്മാൻ എടുക്കുകയാണെങ്കിലോ? മാക്സ്വെൽ ബോൾട്സ്മാൻ എടുക്കുകയാണെങ്കിൽ അഗെയിൻ പ്രൊഡക്റ്റ് ഓഫ് GI റേസ് ടു Ni ഇത്രയാണ് നമ്മൾ കൊടുത്തിരുന്നത്. പക്ഷേ അതിന്റെ കൂടെ എന്ത് വരും? അതിന്റെ കൂടെ ഒരു Ni ഫാക്ടോറിയൽ കൂടി കയറി വരും. Ni ഫാക്ടോറിയൽ കൂടി കയറി വരും. കാരണം ദിസ് ഇക്വേഷൻ GI റേസ് ടു Ni പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്ന. സോ നമ്മൾ ഈ സിറ്റുവേഷനിൽ അതിനെ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു n ഫാക്ടോറിയൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് നമ്മളെ ഗിബ്സ് പാരഡോക്സിന്റെ സെക്ഷനിൽ പറഞ്ഞിരുന്നു. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കാരണം കറക്റ്റ് ഇക്വേഷൻ കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഒരു n ഫാക്ടോറിയൽ. ഇവിടെ n ഫാക്ടോറിയൽ ഉദ്ദേശിച്ച ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് Ni ആണ്, N1 N2 N3 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ Ni ഫാക്ടോറിയൽ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുക. ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഒമേഗ NVE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തായിരിക്കും? ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഓൾ ദി
കോമ്പിനേഷൻ. ഇതിപ്പോൾ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനിൽ മാത്രമാണ് നമുക്ക് പറയുന്നത്. ഇപ്പോൾ ഒരു 133 അല്ലെങ്കിൽ 200 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷനിലുള്ള മാത്രമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് വേണം, അങ്ങനെ എല്ലാ കോമ്പിനേഷനും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ടോട്ടൽ മൈക്രോസ്റ്റേറ്റ് കിട്ടുക. സോ ടോട്ടൽ മൈക്രോസ്റ്റേറ്റ് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ ഓൾ ദി കോമ്പിനേഷൻ, എല്ലാ കോമ്പിനേഷനിലും എന്ത് ചെയ്യണം, നമുക്ക് W ഓഫ് Ni കാണാം, W ഓഫ് Ni കാണാം. ഓക്കെ, സോ ഇതാണ് എന്ത് വരിക, നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് വരിക. ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻട്രോപ്പി ഈസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ ആണ്. സോ ഇത് വരും കെ ഇൻറ്റു ലോഗ് ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ ഓൾ ദി Ni, സമ്മേഷൻ ഓവർ ഓൾ ദി Ni, W ഓഫ് Ni, W ഓഫ് Ni വരും. ഓക്കെ, നൗ ലോഗ് ഓഫ് സമ്മേഷൻ ആണ് വരുന്നത്. ലോഗ് ഓഫ് സമ്മേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റീപ്ലേസ് വിത്ത് ദി ലാർജസ്റ്റ് വാല്യൂ ഇൻ ദി സം. ഓക്കെ, അതൊരു തിയറാണ്, അതിന് നമുക്ക് പ്രൂവ് ചെയ്യാം, പക്ഷേ അതിന് സമയം കളയണമെന്നില്ല. വേണമെങ്കിൽ അതിൻ്റെ പ്രൂഫ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി അയച്ചു തരാം. അതായത് ലോഗ് ഓഫ് സമ്മേഷൻ വരികയാണെങ്കിൽ, ലോഗിൻ്റെ ഉള്ളിൽ സമ്മേഷൻ വരികയാണെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദി സമ്മേഷൻ വിത്ത് ദി ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് സം. ആ സമ്മിൽ വരുന്ന ലാർജസ്റ്റ് ടേമിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. സോ സപ്പോസ് ലാർജസ്റ്റ് ടേം വരുന്നത് കെ ലോഗ്, ലാർജസ്റ്റ് ടേം വരുന്നത് W ഓഫ് Ni സ്റ്റാർ ആണെന്ന് വിചാരിക്കാം. W ഓഫ് കേളി ബ്രാക്കറ്റ് ഓഫ് Ni സ്റ്റാറിലാണ് ലാർജസ്റ്റ് വാല്യൂ വരുന്നത് വിചാരിക്കാം. സോ S ഈസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ ഓഫ് Ni സ്റ്റാർ വരും. ഓക്കെ, സോ ഇവിടെ യൂസ് ചെയ്തത് ഇത് ജസ്റ്റ് ഒരു തിയറാണ്, നമുക്കത് പ്രൂവ് ചെയ്യാം, പക്ഷേ പ്രൂവ് ചെയ്യാൻ കുറച്ച് ലെങ്തി ആണ്, അതിൽ സമയം കളയേണ്ട കാര്യമില്ല. സംഗതി ഇത്രയേ ഉള്ളൂ. ലോഗ് ഓഫ് സമ്മേഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, വി ക്യാൻ റീപ്ലേസ് ദി സമ്മേഷൻ വിത്ത് ദി ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് സം. ആ സമ്മിൽ വരുന്ന ലാർജസ്റ്റ് ടേമിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ലാർജസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Ni സ്റ്റാർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഇനി മൈക്രോസ്റ്റേറ്റ് കിട്ടണമെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിന്റെ മാക്സിമം വാല്യൂ കിട്ടണം, നമുക്ക് ഈ ഒമേഗയുടെ മാക്സിമം വാല്യൂ കിട്ടണം. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദി മാക്സിമം വാല്യൂ ഓഫ് ലോഗ് ഒമേഗ ഓഫ് Ni സ്റ്റാർ, ലോഗ് ഒമേഗ ഓഫ് Ni സ്റ്റാർ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമൈസ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം വാല്യൂ കാണണം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് മാക്സിമം വാല്യൂ കാണുക, സാധാരണ നമ്മൾ ഒരു ടേമിന്റെ മാക്സിമം വാല്യൂ കാണാൻ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, നമ്മൾ ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്ത് കൊടുക്കുക, ഇക്വേറ്റ് 0 ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, അതിന്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്തിട്ടുള്ള സാധനം നമുക്ക് കിട്ടും. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന്റെ ചേഞ്ച് എടുക്കുക. ഓക്കെ, നമ്മൾ ഈ സാധനത്തിന് എന്തെടുക്കുക, ചേഞ്ച് എടുക്കുക, അതായത് ഈ ലോഗ് ഒമേഗ ഓഫ് Ni സ്റ്റാർ ഈ സാധനത്തിന്റെ ചേഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് അതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ in order to find the maximized value of log, അത് ശരിക്കും നമ്മൾ ഒമേഗയാണ് ഉദ്ദേശിക്കുന്നത്, മൈക്രോസ്റ്റേറ്റ് ആണ്, മൈക്രോസ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു ഈ ടേം ആയതുകൊണ്ടാണ് കൊടുക്കുന്നത്. ലോഗ് ഓഫ് ഒമേഗ ഓഫ് Ni സ്റ്റാറിന്റെ മാക്സിമൈസിന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ചേഞ്ച് എടുക്കുക. ഓക്കെ, എന്ത് എടുക്കുക, അതിന്റെ ചേഞ്ച് എടുക്കുക. സോ ഡെൽറ്റ ലോഗ് ഒമേഗ ഓഫ് Ni സ്റ്റാർ. ഓക്കെ, എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ചേഞ്ച് എടുത്തു. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് എടുക്കാൻ പറ്റില്ല. കാരണം സാധാരണ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ഒറ്റയടിക്ക് അതിന്റെ ചേഞ്ച് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ നമ്മൾ S ഈസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ ഓഫ് Ni സ്റ്റാർ പറയുന്ന ഇക്വേഷന് നമ്മൾ രണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം കൊടുക്കുന്ന രണ്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ടോട്ടൽ എനർജി E ആയിരിക്കണം, Ni E എന്ന് പറയുന്നത് എന്തായിരിക്കണം, E ആയിരിക്കണം. അതേപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കണം, N ആയിരിക്കണം എന്ന് പറയുന്ന രണ്ട് റെസ്ട്രിക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ റെസ്ട്രിക്ഷൻസ് കൂടി എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ആ റെസ്ട്രിക്ഷൻസ് കൂടി ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ആൽഫ ഓഫ് summation over I delta Ni and minus beta of summation over I Ni Ei ആണ്. രണ്ടാമത്തെ ആദ്യത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് രണ്ടാമത്തെ എനർജി അല്ലേ, സോ Ei ഇൻറ്റു ഡെൽറ്റ Ni, കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് മാത്രം ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു 0. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് കൊടുക്കാം, ഇക്വേഷൻ 3 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ആക്ച്വലി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്രാഞ്ചെ മൾട്ടിപ്ലെക്സ് ആണ്. ആക്ച്വലി ലഗ്രാഞ്ചെ മൾട്ടിപ്ലെക്സ് ആണ്. നിങ്ങളെ
സിലബസിൽ ഇല്ലാത്തൊരു സെക്ഷനിൽ കിടക്കുന്ന സാധനമാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലക്സ്. പക്ഷേ ഈ സെക്ഷനിൽ നമുക്കത് ആവശ്യമുണ്ട്. പക്ഷെ അതും നമുക്കതിൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യണതിൽ അർത്ഥമില്ല. സംഗതി ഇപ്പോൾ തൽക്കാലം ഇത്ര പറഞ്ഞാൽ മതി. മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് എടുക്കണം. ചേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് കെയുടെ ഇവിടെ എസിന്റെ ചേഞ്ച് കെയുടെ ചേഞ്ച് എടുത്തിട്ട് കാര്യമില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ലോഗ് ഒമേഗ എൻ ഐ സ്റ്റാറിന്റെ ചേഞ്ച് എടുത്തു. സോ അതിന്റെ ചേഞ്ച് എടുത്തു. പിന്നെ നമുക്ക് രണ്ട് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ആ റെസ്ട്രിക്ഷൻ്റെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ്റെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ റെസ്ട്രിക്ഷനും കൂടെ എന്ത് ചെയ്തു, നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തു. ഓക്കെ, നൗ വി ക്യാൻ ഫൈൻഡ് ഈ ലോഗ് ഒമേഗ ഓഫ് എൻ ഐ സ്റ്റാറിന്റെ വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ 3 സ്റ്റാറ്റിസ്റ്റിക്സിൽ കണ്ടുപിടിക്കുക. ആക്ച്വലി നമ്മൾ മൈക്രോസ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ മൈക്രോസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ആ കോമ്പിനേഷൻ ഒമേഗ ഓഫ് എൻ ഐ സ്റ്റാറിന് ഈക്വലന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ലോഗ് ഒമേഗ ഓഫ് എൻ ഐയുടെ വാല്യൂ 3 സ്റ്റാറ്റിസ്റ്റിക്സിലും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം. മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം. സോ ലോഗ് ഒമേഗ ഓഫ് എൻ ഐ, ആദ്യം ഒമേഗ ഓഫ് എൻ ഐ എഴുതാം. ഒമേഗ ഓഫ് എൻ ഐ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയത് മാക്സ്വെൽ ബോൾട്സ്മാനിൽ pi I into g of n i factorial. That is product of gi raised to ni divided by ni factorial കൊടുക്കാം. Okay, so log of omega ni star will be equal to log product of gi ni divided by ni factorial കൊടുക്കാം. Okay, so ni factorial കൊടുക്കാം. സോ ലോഗ് എ ഇവിടെ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത് ആക്ച്വലി അല്ലേ, ഈ സാധനം ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ലോഗ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറും, സമ്മേഷൻ ആയിട്ട് മാറും അല്ലേ, പ്രൊഡക്റ്റ് എന്തായിട്ട് മാറും, സമ്മേഷൻ ആയിട്ട് മാറും. സോ വി ക്യാൻ റീപ്ലേസ്, പിന്നെ ഈ എ റേസ് ടു ബിനെ ബി ലോഗ് എ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറും, സമ്മേഷൻ ആയിട്ട് മാറും. സോ സമ്മേഷൻ ഓവർ ഐ, പിന്നെ ജി ഐ റേസ് ടു എൻ ഐയിൽ എൻ ഐ ലോഗ് ജി ഐ വരും, പിന്നെ ബൈ ആണ് വരുന്നത്. ബൈ വരുമ്പോൾ മൈനസ് വരും. സോ ലോഗ് എൻ ഫാക്ടോറിയൽ, ലോഗ് എ ബൈ ബി ഈക്വൽ ടു ലോഗ് എ മൈനസ് ലോഗ് ബി. ഓക്കെ, ഇവിടെ ഇത് പ്രൊഡക്റ്റ് ആണ് വരുന്നത് ആക്ച്വലി പ്രൊഡക്റ്റ്. പക്ഷേ എന്താ പറയുക, ലോഗ് എടുക്കുമ്പോൾ ലോഗ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി ആണല്ലോ. സോ നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്തായിട്ട് മാറ്റാൻ പറ്റും, നമുക്ക് സമ്മേഷൻ ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, നൗ യൂസിങ് സ്റ്റെർലിംഗ്സ് ഫോർമുല log n factorial is equal to n log n minus n ആയിട്ട് കൊടുക്കാം. So which will be equal to summation over I ni into log gi minus n log n. So ni log ni minus into minus നമുക്ക് കൊടുക്കാം, പ്ലസ് കൊടുക്കാം. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് പ്ലസ് കൊടുക്കാം. സോ വിച്ച് വിൽ ബി equal to രണ്ട് ഭാഗത്തും എൻ ഐ ഉണ്ട്, ലോഗ് ഉണ്ട്. സോ രണ്ടും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് സമ്മേഷൻ ഓവർ ഐ എൻ ഐ ഇൻറ്റു ലോഗ് ജി ഐ ബൈ എൻ ഐ പ്ലസ് എൻ ഐ കൊണ്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, എൻ ഐ ജി ഐ പ്ലസ് എൻ ഐ കൊണ്ട് കൊടുക്കാം. ഓക്കെ, ദിസ് ബി ഇക്വേഷൻ 4a കൊണ്ട് കൊടുക്കാം, ഇക്വേഷൻ 4a. ഓക്കെ, സോ നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ ലോഗ് ഓഫ് ഒമേഗ എൻ ഐ കണ്ടുപിടിച്ചു. സോ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലോഗ് ഒമേഗ, നമ്മുടെ മൈക്രോസ്റ്റേറ്റിന് പ്രൊപ്പോർഷണൽ ആണത്. സോ എന്ത് ചെയ്തു, നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സിമിലർലി നമുക്ക് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കണ്ടുപിടിച്ച് നോക്കാം. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരിക ഒമേഗ ഓഫ് എൻ ഐ, omega of ni is equal to pi I into ni plus gi minus 1 factorial divided by ni factorial into gi minus 1 factorial. Okay, so അതിൻ്റെ log എടുക്കണം നമുക്ക്. So log of omega ni star is equal to log of product of ni plus gi minus 1 factorial divided by ni factorial into gi minus 1 factorial. Okay, again log of product പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അത് സമ്മേഷൻ ആയിട്ട് കിട്ടും. സോ സമ്മേഷൻ ഓവർ ഐ log of
ni plus gi minus 1, ni plus gi minus 1, പിന്നെ log a by b പറയുമ്പോൾ log a minus log b. So log n factorial പിന്നെ പ്ലസ് ഇവിടെ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. സോ പ്ലസ് ഉള്ളത് മൈനസ് ആയിട്ട് മാറില്ലേ, കാരണം മൈനസ് ഉണ്ട് പുറത്ത്, മൈനസ് ലോഗ് ജി ഐ മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, അതിൽ കാരണം ഇത് ലോഗ് എ ബൈ ബി വരും. സോ ലോഗ് എ മൈനസ് ലോഗ് ബി. സോ ഓൾറെഡി ഒരു പുറത്തൊരു മൈനസ് ഉണ്ട്, പിന്നെ ഇവിടെ പ്രൊഡക്റ്റ് ആണ് എ പ്ലസ് ബി വരും. സോ ലോഗ് എൻ ഫാക്ടോറിയലും മൈനസ് ലോഗ് ഈ ടേമുമാണ്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി നമുക്ക് ഈ മൈനസ് 1 ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ഈ മൈനസ് 1 ഒക്കെ ഒഴിവാക്കാം, സിൻസ് എൻ ഐയും ജി ഐ ഒക്കെ വെരി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഈ 1ന്റെ ടേംസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം. So which will be equal to, again Stirling's formula apply ചെയ്യാം. Log n factorial is equal to n log n minus n. So summation over I n log n എന്ന് പറയുമ്പോൾ ni plus gi log ni plus gi minus n log n minus n. Minus n എന്ന് പറയുമ്പോൾ ni minus gi അല്ല മൈനസ് ജി ഐ വിചാരിക്കുന്നു, മൈനസ് എൻ ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ ഇവിടെ എൻ ഐ ഫാക്ടോറിയൽ ആണ്. എൻ ഐ ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ എൻ ഐ ലോഗ് എൻ ഐ ആൻഡ് മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്, ആൻഡ് ജി ഐനെ ചെയ്യുമ്പോൾ ജി ഐ ലോഗ് gi and minus into minus is plus. Okay, Stirling's formula apply ചെയ്തു. So we can cancel out minus ni plus ni minus gi plus gi cancel out ചെയ്യാം. Okay, so remaining എന്താണുള്ളത്, remaining is summation over I. Now നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം, summation over I. ഓക്കെ, ഇത് എന്ത് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ ഐ ഇൻറ്റു ലോഗ് ഈ ടേം വരും, ഇവിടെ എൻ ഐ ഇൻറ്റു ഓൾറെഡി ലോഗ് ഒരു ടേം ഉണ്ട്. സോ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്ത് കമ്പൈൻ എഴുതാൻ പറ്റും. ഇവിടെ എൻ ഐ ലോഗ് ബൈ ബി എഴുതി നോക്കാം അല്ലേ. സോ ചീസ് summation over I ni into log ni plus gi പിന്നെ പ്ലസ് ജി ഐ. ഈ സമ്മേഷൻ മൊത്തത്തിലുള്ള സമ്മേഷൻ ആണ്. സോ ലോഗ് ni പ്ലസ് ജി ഐ. ഓൾറെഡി അവിടെ ഒരു ഇവിടെ മൈനസ് ni ലോഗ് ni എടുക്കുന്നുണ്ട്, പിന്നെ ജി ഐ ലോഗ് ജി ഐ എടുക്കുന്നുണ്ട്. ഓക്കെ, so which will be equal to now combine this term and this term നമുക്ക് combine ചെയ്യാം. log a minus b എടുക്കാം, കാരണം n കോമൺ എടുത്തു കഴിഞ്ഞാൽ log a minus log b ആയിട്ട് മാറും. സോ log a by b ആയിട്ട് എഴുതാം. സോ summation over I ni into log 1 plus gi by ni അല്ലേ, കാരണം log a by b. സോ ഇതേ ഡിവൈഡർ ബൈ ni വരും. സോ ni by ni is 1 and gi by ni is ടേം. Now plus similarly നമുക്ക് ഈ ടേമിന് മാറ്റാം, gi into ഈ ടേമിന് കമ്പൈൻ ചെയ്ത് നേരത്തെ പോലെ തന്നെ എഴുതാൻ പറ്റും. സോ ലോഗ് that is log 1 plus ni by gi, log ni by gi ആയിട്ട് മാറും. Okay, so this is the log omega of ni. Okay, ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് log omega of ni. ആക്ച്വലി ഇത് ഫെർമിഡിറാക്ക് അല്ലല്ലോ ഇക്വേഷൻ, ബോസ്-ഐൻസ്റ്റീൻ അല്ലേ ഇക്വേഷൻ, ബോസ്-ഐൻസ്റ്റീൻ ആണ് ആക്ച്വലി. So this is Bose-Einstein. This is Bose-Einstein equation. So Bose-Einstein നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. log omega of ni. ഓക്കെ, നൗ ഫെർമിഡിറാക്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്ച്വലി സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ്. അഗെയിൻ
ഒമേഗ ഓഫ് എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരുന്നു പ്രൊഡക്റ്റ് ഓഫ് ജി ഐ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ ഐ ഫാക്ടോറിയൽ ഇൻറ്റു ജി ഐ മൈനസ് എൻ ഐ ഫാക്ടോറിയൽ ആണ്. സോ അഗെയിൻ ലോഗ് ഒമേഗ ഓഫ് കോമ്പിനേഷൻ എടുക്കുക. സോ ലോഗ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ജി ഐ ബൈ എൻ ഐ ഫാക്ടോറിയൽ ഇൻറ്റു ജി ഐ മൈനസ് എൻ ഐ ഫാക്ടോറിയൽ. ഓക്കെ, നൗ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പ്, സിമിലർ ആയിട്ടുള്ള സെയിം സ്റ്റെപ്പ്, അതായത് പ്രൊഡക്റ്റ് ആദ്യം സമ്മേഷൻ ആയിട്ട് മാറും, അഗെയിൻ സ്റ്റെർലിംഗ്സ് ഫോർമുല അപ്ലൈ ചെയ്യുക, ബ്ലാ ബ്ലാ ബ്ലാ, നേരത്തെ ചെയ്തിട്ടുള്ള സെയിം സ്റ്റെപ്പുകളാണ്. സോ നിങ്ങൾ അത് ഒറ്റയ്ക്ക് ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ആൻഡ് ഞാൻ ലാസ്റ്റ് റിസൾട്ട് മാത്രമേ എഴുതുന്നുള്ളൂ. സോ ലോഗ് ഓഫ് ദിസ് ഈസ് ഒമേഗ ഓഫ് ബി ഇ ആൻഡ് ദിസ് ഈസ് ഒമേഗ ഓഫ് എം ബി. Now ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോഗ് ഓഫ് ഒമേഗ ഓഫ് എഫ് ഡി ഫെർമി-ഡിറാക് ni will be is equal to summation over ni log gi by ni minus 1 minus gi into log 1 minus ni by gi. Okay, so ഇതാണ് എന്ത് ചെയ്യുക നമുക്ക് കിട്ടാൻ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഇക്വേഷൻ ലോഗ് ഓഫ് ഒമേഗ ഓഫ് ഫെർമി-ഡിറാക്കിലും. ഓക്കെ, സോ ഫെർമി-ഡിറാക്കിലും ബോസൈൻസ്റ്റീനിലും മാക്സ്വെൽ ബോൾട്സ്മാനിലും എന്ത് ചെയ്തു നമ്മൾ ലോഗ് ഓഫ് ഒമേഗ ഓഫ് എൻ ഐ കണ്ടുപിടിച്ചു. ആക്ച്വലി അത് മൈക്രോസ്റ്റേറ്റിന്റെ എണ്ണമാണ്, പക്ഷെ എന്ത് ചെയ്തു നമ്മളത് കണ്ടുപിടിച്ചു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എസ് കണ്ടുപിടിക്കാൻ പറ്റും. എസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി തെർമോഡൈനാമിക്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതിന് മൂന്നിനും കൂടി കമ്പൈൻ ചെയ്തിട്ടല്ലോ. സോ ലെറ്റ്സ് നമ്മൾ അതിന് 4a എന്ന് കൊടുത്തിട്ടില്ല. സോ ലെറ്റ് ദിസ് ബി 4b കൊടുക്കാം നമുക്ക്. So let this be 4b and let this be 4c. Equation 4c ആണ് വിചാരിക്കുക. Now combining equation 4 and 4, combining അല്ല, in general ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിനെ ജനറൽ ആയിട്ട് നമുക്ക് എഴുതണമെങ്കിൽ in general നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോഗ് ഓഫ് ഒമേഗ ഓഫ് എൻ ഐ വിൽ ബി ഈസ് ഈക്വൽ ടു summation over ni log gi by ni minus a minus gi by a into log 1 minus a ni divided by gi. Then this be equation number 5. Okay, so in general നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എഴുതാൻ പറ്റും. For value of a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a will be is equal to 0 for Maxwell Boltzmann and a is equal to 1 for Bose-Einstein statistics and a is equal to minus 1 for Fermi-Dirac statistics. a is equal to minus 1 ആയിരിക്കും. Okay, so സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, അല്ല ബോസ്-ഐൻസ്റ്റീനിൽ -1 അല്ലേ, സോറി ബോസ്-ഐൻസ്റ്റീനിൽ -1 ആൻഡ് ഫെർമി-ഡിറാക്കിൽ +1. ഓക്കെ, സോ ഫെർമി-ഡിറാക്കിൽ +1. സോ ഇക്വേഷന് +1 കൊടുത്താൽ തന്നെ gi by ni -1 കൂടെ, സോ ഇവിടെ 1 കൊടുത്താൽ 1 minus ni by gi. സോ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ 3 ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കണം, ഈ മാക്സ്വെൽ ബോൾട്സ്മാനിൽ ഒറ്റയടിക്ക് നമ്മൾ ഡയറക്റ്റ് a is equal to 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. a tends to 0 ആണ്. ഓക്കെ, a tends to 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 മൈനസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് ടേമിന് എക്സ്പാൻഡ് ചെയ്യാം, ലോഗ് ഓഫ് 1 മൈനസ് എക്സിന് എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റ് ടേമിന് മാത്രം എടുക്കുക, അപ്പോൾ എക്സ് മാത്രം ഫസ്റ്റ് ടേമിന് മാത്രം എടുക്കുക, എന്നിട്ട് അതിന് 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഈ ജനറൽ ഇക്വേഷൻ മാത്രം എന്ത് ചെയ്യാൻ മതി, നമുക്ക് കിട്ടിയാൽ മതി. സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇക്വേഷൻ 5 നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇക്വേഷൻ 5 നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനായിരുന്നു, നമുക്ക് മാക്സിമൈസ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് എസ് കാണാനും നമുക്ക് എന്താ ആവശ്യമുണ്ട്, ലോഗ് ഒമേഗ ഓഫ് എൻ ഐ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നൗ ലെറ്റ് us substitute that equation 5 in this equation 3. ആ 5നെ എടുത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ 3യിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ substitute equation 5 in equation 3. 5ന് എന്ത് ചെയ്യാം, ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് കിട്ടും, so it will be equal to summation over i
summation over I log gi by ni minus a log gi by ni minus a. Now ഇവിടെ കാര്യം ശ്രദ്ധിക്കണം. സോ ഡെൽറ്റ ni കാരണം നമ്മൾ ഏത് ഇക്വേഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷനിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ചേഞ്ച് എടുക്കുന്നുണ്ട്, ചേഞ്ച് ഓഫ് ni എടുക്കുന്നുണ്ട്. ആൻഡ് നമ്മളെ ഇക്വേഷനിൽ ജനറൽ ഇക്വേഷൻ ഫസ്റ്റ് ടേമിൽ ഒരു ni വരുന്നുണ്ട്. സോ ആ niക്ക് ഞാൻ അത് കൊടുത്തു, ഇവിടെ ചേഞ്ച് കൊടുത്തു. ഓക്കെ, ലുക്ക് അറ്റ് ദി സെക്കൻഡ് ടേം. ഈ സെക്കൻഡ് ടേമിൽ gi by a log ni എടുക്കുന്നത് ഈ ലോഗിനകത്താണ്. ഓക്കെ, ni എടുക്കുന്നത് എവിടെയാണ്? ലോഗിനകത്താണ്. സോ ഇറ്റ് ഡസൻ കോൺട്രിബ്യൂട്ട് ടു എനി ചേഞ്ചിന് എന്ത് ചെയ്യില്ല, കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷനും എന്തുണ്ടാവില്ല, ഈ സെക്കൻഡ് ടേം ഉണ്ടാവില്ല. സോ വി ഡു നോട്ട് want to write this term in the maximizing condition. Maximizing condition നമുക്ക് എന്താവശ്യമില്ല, നമുക്ക് ഈ ടേം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എവിടെ വരുന്നില്ല, എവിടെയും വരുന്നില്ല. ഓക്കെ, സോ വി ക്യാൻ നെഗ്ലക്ട് ദി സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സെക്കൻഡ് ടേം നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. സോ മൈനസ് പിന്നെ വരുന്നത് ആൽഫ ഡെൽറ്റ ni ആണ്. സോ ആൽഫ ഇൻറ്റു ഡെൽറ്റ ni മൈനസ് ബീറ്റ ഇൻറ്റു പിന്നെ എന്ത് വരുന്നു, സമ്മേഷൻ ഓവർ ei ഡെൽറ്റ ni വരും. ഓക്കെ, സോ സമ്മേഷൻ ഓവർ i ei ഇൻറ്റു ഡെൽറ്റ ni is equal to 0 വരും. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെൽറ്റ ni കോമൺ ആയിട്ട് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ ഡെൽറ്റ ni ഇൻറ്റു സമ്മേഷൻ ഓവർ i, ഇവിടെ സമ്മേഷൻ ഉള്ളതിന് കുഴപ്പമില്ല ആക്ച്വലി, ലോഗ് gi by ni മൈനസ് എ, ആക്ച്വലി ഇവിടെ ഒരു സമ്മേഷൻ കിട്ടാം, gi by ni മൈനസ് എ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, മൈനസ് ബീറ്റ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, നൗ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 6 ആണെന്ന് വിചാരിക്കുക. Now for 6 to be 0, നമ്മൾ ഇക്വേഷൻ 6 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മളെ ചേഞ്ച് ഡെൽറ്റ ni 0 ആയിരിക്കണം അല്ലേ, ഒന്നെങ്കിൽ നമുക്ക് ഡെൽറ്റ ni നമുക്ക് 0 ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഈ ബ്രാക്കറ്റിലുള്ള ടേം എന്തായിരിക്കണം, 0 ആണ്. ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, സോ ഡെൽറ്റ ni cannot be 0, ഡെൽറ്റ ni 0 ആവാൻ പറ്റില്ല. സോ ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേം 0 ആയിരിക്കണം. സോ ലോഗ് ഓഫ് gi by ni minus a minus alpha minus beta must be is equal to എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഈ മൈനസ് ആൽഫിനെ ബീറ്റിനെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ലോഗ് ഓഫ് gi by ni minus a is equal to ആൽഫ പ്ലസ് ബീറ്റ എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ഓക്കെ, നൗ ലോഗ് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി നമ്മൾ ni സ്റ്റാർ ഉണ്ടല്ലേ കൊടുത്തിരുന്നത് അല്ലേ, ni സ്റ്റാർ അല്ലേ, ഇവിടെ ni സ്റ്റാർ അല്ലേ കൊടുക്കുന്നത്. സോ ni സ്റ്റാർ കൊടുക്കാം നമുക്ക്. സോ ലെറ്റ് us replace this with ni സ്റ്റാർ വേണ്ടി കൊടുക്കാം, ni സ്റ്റാർ. സോ ഈ ലോഗ് ഒഴിവാക്കാനായിട്ട് നമുക്ക് എക്സ്പോണൻഷ്യൽ കൊടുക്കാം. സോ gi by ni സ്റ്റാർ മൈനസ് എ, സോ ഇപ്പുറത്തെ എക്സ്പോണൻഷ്യൽ വരും, എക്സ്പോണൻഷ്യൽ ആൽഫ പ്ലസ് ബീറ്റ വരും, എക്സ്പോണൻഷ്യൽ ആൽഫ പ്ലസ് ബീറ്റ. ഒരു ei ഉണ്ടല്ലോ, ഇവിടെ ഒരു ei കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ei ഉണ്ട്, ആൽഫ പ്ലസ് ബീറ്റ ei വരും. Now ഈ മൈനസ് എനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, gi by ni സ്റ്റാർ is equal to a plus exponential alpha plus beta ei വരും. ആൻഡ് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ni star by gi is equal to 1 by a plus exponential alpha plus beta epsilon I കിട്ടും. Okay, now this equation is an important equation. Okay, this equation is an important equation because this equation, let this be equation number 7. This gives the most probable state of number of particles per energy level in the ith cell. Okay, most probable equation ആണ് for the number of particles per energy level ith cell ഉള്ള per energy level ഉള്ള number of particles ന്റെ most probable equation ആണ് എന്ത് ചെയ്യുന്നത്,
നമുക്കിവിടെ ഒപ്റ്റൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ ഐ സ്റ്റാർ ബൈ ജി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നൗ ബാക്കി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമുക്ക് എന്ത് കിട്ടിപ്പോ? ലോഗ് ഓഫ് ഒമേഗ ഓഫ് എൻ ഐ കിട്ടി നമുക്ക്. ഓക്കെ, നമുക്ക് ലോഗ് ഓഫ് ഒമേഗ ഓഫ് എൻ ഐ നമുക്ക് എന്ത് ചെയ്തു? നമുക്കിവിടെ ഒപ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലെറ്റ് us substitute this into s is equal to k log omega n I സ്റ്റാറിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് തെർമോഡൈനാമിക്സ് കിട്ടാനായിട്ട് s is equal to k log omega of ni star ആണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി equal to k log omega of ni star പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ ആണ്. സോ അതിൽ കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി equal to k into summation over I ni എന്നുള്ളതൊക്കെ നമ്മൾ ni star ആക്കി. ni star into log gi by ni minus a minus gi by a minus gi by a gi by a അല്ലേ? minus gi by a into log 1 minus a ni star divided by gi. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ളൂ. സോ ഈ കെനെ പുറത്ത് കിടക്കാം നമുക്ക്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ എസ് ബൈ കെ ആയിട്ട് മാറും. സോ എസ് ബൈ കെ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ ni star into log gi by ni star minus a minus gi by a log 1 minus a ni star divided by gi. Okay, so ബ്രാക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. So what is gi by ni star minus a? Okay, gi by ni star minus a നമ്മൾ എഴുതി കണ്ടുപിടിച്ചിട്ടുണ്ടോ? gi by ni star minus a ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? e raised to alpha plus beta e ആണ്. ഓക്കെ, e raised to alpha plus beta e. സോ ലോഗ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആയല്ലോ അല്ലേ? കാരണം നമുക്കിവിടെ ലോഗ് അല്ലേ എടുക്കുന്നത്. ലോഗ് ഓഫ് ജി ഐ എൻ ഐ സ്റ്റാർ എന്താണ്? ലോഗ് ഓഫ് ജി ഐ ബൈ എൻ ഐ സ്റ്റാർ മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ആണ്. സോ വി ക്യാൻ റീപ്ലേസ് സമ്മേഷൻ ഓവർ ഐ എൻ ഐ സ്റ്റാർ ഈ ഫസ്റ്റ് ടേമിനെ എന്തായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നൗ മൈനസ് ജി ഐ ബൈ എ. നൗ ലോഗ് ഓഫ് 1 മൈനസ് a ni star by gi. ni star by gi ഇതാണല്ലോ അല്ലേ? സോ അത് കൊടുക്കാം നമുക്ക്. സോ log 1 minus a into ni star 1 by a plus exponential alpha plus beta ei. Okay, so which will be equal to now ഫസ്റ്റ് ടേമിന് കാര്യമായിട്ട് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടേമിന് അതേപോലെ തന്നെ എഴുതുകയാണ്. ആക്ച്വലി minus gi by a into log ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a പ്ലസ് എക്സ്പോണൻഷ്യൽ മൈനസ് a വരും. സോ a 0 ആയിട്ട് പോകും. സോ ബാക്കി എക്സ്പോണൻഷ്യൽ ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ഡിവൈഡഡ് ബൈ a പ്ലസ് എക്സ്പോണൻഷ്യൽ ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ വരും. ഓക്കെ, നൗ അഗെയിൻ ഫസ്റ്റ് ടേമിന് കാര്യമായിട്ട് മാറ്റുന്നില്ല. എന്നാലും നല്ല എഴുതാം. ni star into alpha plus beta e i minus. നൗ ഇതിന് തിരിച്ചിടുക. റെസിപ്രോക്കൽ ലോഗലിൻ്റെ ഉള്ളിലുള്ള സാധനത്തിനെ തിരിച്ചിടുക. സോ മൈനസ് വരും, മുകളിൽ മൈനസ് വരും. മുകളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക? മൈനസിൽ ലോഗ് ഓഫ് എ റേസ് ടു ബി എന്ന ബി ആണല്ലോ. സോ ഈ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ജി ഐ ബൈ എ ലോഗ്, സോ ഇത് തിരിഞ്ഞിട്ട് എ പ്ലസ് ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ഡിവൈഡഡ് ബൈ എക്സ്പോണൻഷ്യൽ ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ആയിട്ട് മാറി. ഓക്കെ, സോ which will be equal to summation over I ni star into alpha plus
beta ei plus gi by a into ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുകളിലും താഴത്തും ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ എന്ത് കിട്ടും, ലോഗ് ഫസ്റ്റ് ടേമിൽ എ ബൈ എക്സ്പോണൻഷ്യൽ ആൽഫ ബൈ ബീറ്റ ഇ നമുക്ക് എഴുതാൻ പറ്റും എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ ഐ അല്ലേ. എ ബൈ എക്സ്പോണൻഷ്യൽ എക്സ് അല്ലേ, അപ്പോൾ എ റേസ് ടു ഇ മൈനസ് എക്സ് എഴുതി. അതേപോലെ തന്നെ എന്ത് എഴുതാം, ഇത് എഴുതി പ്ലസ് ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇ എന്ത് കിട്ടും, 1 കിട്ടി, ഡിവൈഡഡ് ബൈ എന്തായാലും എന്ത് വരുള്ളൂ, 1 വരുള്ളൂ. ഓക്കെ, നൗ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇനി എന്ത് ചെയ്യാം നമുക്ക്, ഇനി നമുക്ക് ഈ സമ്മേഷൻ ഓഫ് എൻ ഐ സ്റ്റാർ നമുക്ക് മുകളിൽ കൊടുക്കാം. സോ സമ്മേഷൻ ഓഫ് എൻ ഐ സ്റ്റാറിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ എൻ ഐ സ്റ്റാർ പ്ലസ് ബീറ്റ ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ എൻ ഐ സ്റ്റാർ ഇ ഐ പ്ലസ് ജി ഐ ബൈ എ ഇൻറ്റു ലോഗ് 1 പ്ലസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ ഐ. ഓക്കെ, നൗ സമ്മേഷൻ ഓവർ ഐ എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, that is total number of particles ആണ്. so that is alpha n plus summation over NiEi summation ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ടോട്ടൽ എനർജി ആണ് നമുക്ക് കിട്ടുക. അത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. പ്ലസ് ജി ഐ ബൈ എ ലോഗ് 1 പ്ലസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ ഐ. ഓക്കെ, നൗ റീഅറേഞ്ചിങ് ഈ ആൽഫൻ്റെയും ബീറ്റയുടെ ടേംസിനൊക്കെ അപ്പുറത്ത് കൊടുത്തു. ഇവിടെ എസ് ബൈ കെ ആണ് ഓൾറെഡി ഉള്ളത്. സോ എസ് ബൈ കെ മൈനസ് ആൽഫ എൻ മൈനസ് ബീറ്റ ഇ ഇസ് ഈക്വൽ ടു ജി ഐ ബൈ എ ലോഗ് 1 പ്ലസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ ഐ വന്നു. ഓക്കെ, നൗ ആൽഫ നമുക്കറിയാം, ആൽഫ ഈസ് മൈനസ് മ്യൂ ബൈ കെ ടി ആണ്, and beta is 1 by kt. So substitute കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എസ് ബൈ കെ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറി, ബാക്കി മ്യൂ എൻ ബൈ കെ ടി മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ, വിൽ ബി ഈക്വൽ ടു ജി ഐ ബൈ എ ലോഗ് 1 പ്ലസ് എക്സ്പോണൻഷ്യൽ, ഇവിടെ എന്ത് ടേംസ് ഉണ്ടല്ലോ, ഇവിടെ എ ഉണ്ടല്ലേ, ഇവിടെ എ ഉണ്ട്. സോ എ എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ ഐ വരും. ഓക്കെ, സോ കോമൺ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ ഒരു കെ ടിയുടെ കുറവുണ്ടല്ലേ. സോ മുകളിലത്തെ താഴെ ടി കൊടുക്കാം നമുക്ക്. സോ ടി എസ് പ്ലസ് മ്യൂ എൻ മൈനസ് ഇ ഡിവൈഡഡ് ബൈ കെ ടി will be equal to gi by a log 1 plus a minus alpha minus beta ei വരും. ഓക്കെ, മൈനസ് ആൽഫ മൈനസ് ബീറ്റ ei വരും. നൗ ഓൺ സോൾവിങ് ദിസ്, ഈ സാധനം നമ്മൾ ഇഷ്ടം പോലെ ടൈം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ സാധനം നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ സോൾവ് ചെയ്യുന്നത്, കാരണം ഇവിടെ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജി ആണ്. സോ ജി മൈനസ് ഇ പ്ലസ് ടി എസ് ഇഷ്ടം പോലെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി വി കിട്ടും. കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നതിൻ്റെ ഓർമ്മ. സോ റെഫർ ദി പ്രീവിയസ് ലെക്ചേഴ്സ്, നമ്മൾ നോട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. സോ പി വി കിട്ടും കാരണം മ്യൂ എൻ ജി ആണ്, ആൻഡ് ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സുഖമായിട്ട് നമുക്ക് കിട്ടും. സോ പി വി ഡിവൈഡഡ് ബൈ kt will be equal to 1 by a, ഇവിടെ ഒരു a മൊത്തത്തിൽ i ഉള്ള കാരണം സമ്മേഷൻ ഓവർ i gi into 1 plus a exponential minus alpha minus beta ei. ഓക്കെ, മൈനസ് ബീറ്റ ഇ ഐ. ഓക്കെ, ശരി, ഇവിടെ ഒരു സമ്മേഷൻ ഉണ്ട് കംപ്ലീറ്റ്ലി. ഈ സമ്മേഷൻ ഇയാൾക്ക് കൂടി ബാധകമല്ലേ. ഓക്കെ, സമ്മേഷൻ ഇയാൾക്ക് ബാധകമാണ്. സോ സമ്മേഷൻ ഓവർ ഐ വന്നു. ഓക്കെ,
Now, okay, അത്രയും കിട്ടി. Okay, now for MB statistics. Now let this be question number 8 അല്ലേ? This be question number 8 കൊടുക്കുക. Let this be question number 8. Okay, നമ്മളിപ്പോൾ എൻട്രോപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻട്രോപ്പി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് ഇപ്പോൾ ഇതിന് ഒബ്റ്റെയിൻ ചെയ്യാനുള്ളത്. സോ അത് മതി, നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ചെയ്യുമ്പോൾ. സോ ഫോർ എം ബി സ്റ്റാറ്റിസ്റ്റിക്സ്, സോ ഫോർ എം ബി സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് എന്ത് കൊടുക്കാം? A0 A0 ആണ്. സോ ഡയറക്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോഗ് 1 plus x ഫോമിലാണ് എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഇസ് ഈക്വൽ ടു എക്സ് ആണ്. സോ ഈ ടേമിന് എങ്ങനെ എഴുതാം? ആക്ച്വലി ആദ്യം PV by KT will be is equal to log of summation over I GI into A exponential minus alpha minus beta EI വരും. ഓക്കെ, ലോഗ് പോയില്ലേ? log 1 by A. Okay, so we can aയും ഒക്കെ ക്യാൻസൽ ചെയ്ത് പോവാം. സോ ബാക്കി വരുന്നത് summation over I GI into exponential minus alpha minus beta EI ആണ്. And this term is Ni star ആണ്. അല്ല, ഈ ടേം അല്ല, ഇത്രയും ടേം എന്താണ്? Ni star ആണ്. Ni star ആണ്. മുന്നേ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. സോ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഇവിടെ 0 കൊടുത്തിട്ട് ഇതിനെപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സാധനം കിട്ടും. ഓക്കെ, സോ Ni star ആണ് ഈ സമ്മേഷൻ്റെ ഉള്ളിൽ എടുക്കുന്ന സാധനം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ ഓവർ I Ni star കിട്ടും, ഇറ്റ് വിൽ ബി N കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? PV by KT is equal to N കിട്ടി, or PV is equal to NKT കിട്ടി. PV is equal to NKT കിട്ടി. സോ നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്തു? നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത് ചെയ്തു? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ത് ചെയ്തു? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, സോ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ മാത്രം കൊടുത്താൽ മതി, കാരണം ക്ലാസിക്കലി ട്രീറ്റ് ചെയ്യുമ്പോൾ മൈക്രോകാനിക്കലിൽ അത് മാത്രം തൽക്കാലം നോക്കിയാൽ മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഇതിൽ ഈ സാധനം Ni star ആണ്. നമ്മൾ മുന്നത്തെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ Ni star കൊടുത്തു. സോ സമ്മേഷൻ ഓവർ I Ni star എന്ന് കിട്ടും. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് കിട്ടും? N കിട്ടും നമുക്ക്. ഓക്കെ, സോ ഇത്രയാണ് ഐഡിയൽ ഗ്യാസ് ഇൻ മൈക്രോ കനോണിക്കൽ, ക്വാണ്ടം മെക്കാനിക്കൽ, മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ കനോണിക്കൽ എൻസെമ്പിളിലും അതേപോലെ തന്നെ ഗ്രാൻഡ് കനോണിക്കൽ എൻസെമ്പിളിലും നമുക്ക് ചെയ്യണം. കനോണിക്കൽ എൻസെമ്പിളിലും എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം കനോണിക്കൽ എൻസെമ്പിൾ നമുക്ക് മൈക്രോ സ്റ്റേറ്റിനെക്കാളും ഇമ്പോർട്ടൻറ്റ് പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്. സോ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. മൂന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലും എന്ത് ചെയ്യുക? പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് എവിടെയാണ് എത്തുന്നത് ഇങ്ങനെ ചെയ്തു പോവാം. ഓക്കെ, സോ നമുക്ക് ചെയ്ത് നോക്കാം. സോ എന്താ Okay, so ideal gas in quantum mechanical, canonical ensemble. Okay, ideal gas in quantum mechanical, canonical ensemble. Okay, so canonical ensemble-ലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആരാളാണ്? പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, സോ പാർട്ടീഷൻ ഫംഗ്ഷൻ നേരത്തെ അതേ കണ്ടീഷൻ തന്നെയാണ്. നോൺ ഇൻട്രാക്റ്റിംഗ് ഗ്യാസ്, വോളിയം V, എനർജി E, സെയിം കണ്ടീഷൻ തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഹിയർ നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ Q1 ഓഫ് V, T. ഇവിടെ NVT ആണ് വരിക, E ഇല്ലല്ലോ, എനർജി കോൺസ്റ്റന്റ് അല്ലല്ലോ, ടെമ്പറേച്ചറിലെ കോൺസ്റ്റന്റ്. സോ Q1 ഓഫ് V, T നമ്മൾ കൊടുക്കാറ് എന്താണ്? സമ്മേഷൻ ഓവർ E എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ. ഓക്കെ, എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ ഇ ആണ് എന്ത് ചെയ്യാറ്? നമ്മൾ കൊടുക്കൽ. ഓക്കെ, നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടീഷൻ ഇവിടെയും ബാധകമാണ്. അതായത് സമ്മേഷൻ ഓവർ Ni എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ആണ്. അതേപോലെ തന്നെ സമ്മേഷൻ ഓവർ E, ഇവിടെ E ആണ് കൊടുക്കുന്നത്. ഫോർ സം റീസൺ എന്തോ NE ആണ് കൊടുക്കുന്നത്. സോ NEE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം?
നമുക്ക് കിട്ടുന്ന ടോട്ടൽ എനർജി. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം കണ്ടീഷൻ. അവിടെ എൻ ഐ കൊടുത്തു, ഇവിടെ എൻ ഇ കൊടുത്തു, അത്ര വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, സോ എൻ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഓക്കെ, എൻ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ, എൻ പാർട്ടിക്കിൾ അല്ല, സോ വൺ പാർട്ടിക്കിൾ, എൻ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ അല്ലേ. എൻ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ അപ്പം എന്തായിരിക്കും? ഇതൊരു സിംഗിൾ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ എന്താ പറയുക സിംഗിൾ സെറ്റിന്റെ മാത്രം പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ എഴുതുക. അപ്പോൾ ടോട്ടൽ പാർട്ടിക്കിളുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു സം ഓവർ ഓൾ ദി കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓൾ ദി പെർമ്യൂട്ടേഷൻസിന്റെ മുകളിൽ നമ്മൾ സം ചെയ്യണം. സോ summation over all the combination, summation over ni, g of ni, g of ni e raised to minus beta, this is total energy, this is total energy, so e raised to minus beta e വരും. ഓക്കെ, അല്ല ഇവിടെ അപ്സിലോൺ തന്നെ, ഇവിടെ ടോട്ടൽ എനർജി ഇ വരും. ഓക്കെ, വേർ ഈ ടേം ജി ഓഫ് എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ആണ്. നമ്മൾ നേരത്തെ 3 സാധനത്തിന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ. അതാണ് ഇവിടെ ജി ഓഫ് എൻ ഐ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഓൾ ദി സെറ്റ്സ് എൻ ഐ. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നമുക്കറിയാം. ഇപ്പോൾ ഫെർമി ഡിറാക് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എന്തായിരിക്കും? either 1 or 0 ആയിരിക്കും. ആൻഡ് ബോസ്-ഐൻസ്റ്റീൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് 1. ആൻഡ് മാക്സ്വെൽ ബോൾസ്മാൻ ആണെങ്കിൽ ജി ഐ റേസ് ടു എൻ ഐ ഡിവൈഡഡ് ബൈ എൻ ഐ, അല്ല 1 by n i ഫാക്ടോറിയൽ ആണ് നമുക്ക് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ജി ഓഫ് എൻ ഐ നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാം. ജി ഓഫ് ni will be is equal to now e raised to minus beta. e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? summation over e n e e ആണ്. സോ അത് കൊടുക്കാം. സോ summation e n e e കൊടുക്കാം. ഓക്കെ, summation over e n e e കൊടുക്കാം നമുക്ക്. സോ which will be is equal to നമുക്ക് ഓരോ സ്റ്റേറ്റുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എൻ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ 1 പാർട്ടിക്കിൾ നമ്മൾ കിട്ടി. അവിടെ നമ്മൾ എൻ പാർട്ടിക്കിളിന്റെ സമ്മേഷൻ ചെയ്ത് എഴുതി, ജസ്റ്റ് ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതുപോലെ വെയിറ്റ് ഫാക്ടർ ആണ്, അത് ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിന് മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. സോ ആദ്യം മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ Qn of v comma t will be is equal to Qn of v comma t is equal to summation over all the set. Now statistical weight factor നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടറിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ പറഞ്ഞത്. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ ഇവിടെ ഡബ്ല്യു അവിടെ ജി റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഫാക്ടർ എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഡിഫറെൻറ്റ് കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് നമ്മുടെ സെൽസ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് ഗ്രൂപ്പായിട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെയും പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ എടുക്കുക. സോ സമ്മേഷൻ ഓവർ പ്രൊഡക്റ്റ് ഓഫ് ഇവിടെ ഇ ആണ് കൊടുക്കുന്നത്. സോ 1 by ne ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ എടുക്കുന്നത് എന്താണ്? എക്സ്പോണൻഷ്യൽ, ഈ ടേമിലെ എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ സമ്മേഷൻ ഓവർ എപ്സിലോൺ എൻ എപ്സിലോൺ വരും. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു നൗ ഈ ടേമിന് നോക്കുക, ഈ എക്സ്പോണൻഷ്യൽ ടേമിനെ നോക്കുക. ഈ ടേമിന് നമുക്ക് ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ എക്സ്പോണൻഷ്യൽ ഓഫ് ഒരു സമ്മേഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് ബീറ്റ സമ്മേഷൻ എൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു, അതിനെങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് വിൽ ബി പ്രൊഡക്റ്റ് ഓഫ് ഇ റേസ്ഡ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഇൻറ്റു എൻ എപ്സിലോൺ ആക്കി എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 പാർട്ടിക്കിൾസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ n1 ഉം n2 ആണെന്ന് വിചാരിക്കാം. സോ ഇ റേസ് ടു മൈനസ് ബീറ്റ e1, സോ ഇ റേസ് ടു മൈനസ് ബീറ്റ e1 n1 ഉം അതേപോലെ തന്നെ ഇ റേസ് ടു മൈനസ് ബീറ്റ e2 n2 വിചാരിക്കുക. അതായത് ഈ ഫോമിൽ എഴുതിക്കുകയാണ് ഇത് കേട്ടോ. ഓക്കെ, ഞാൻ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇ റേസ് ടു മൈനസ് ബീറ്റ n1 e1 into e raised to minus beta
n2 e2 അതായത് x raised to y എന്ന് പറയില്ല x raised to y z പറഞ്ഞു കഴിഞ്ഞാൽ x raised to y into z ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ അങ്ങനെ എഴുതി മൈനസ് ബീറ്റ കോമൺ ആണ് so it will be equal to e raised to minus beta n1 e1 plus n2 e2 okay so e raised to minus beta into summation n epsilon epsilon ശരിയല്ലേ നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് തുടങ്ങി നമുക്ക് ഇവിടെ കിട്ടി സമ്മേഷൻ ആയിട്ട് കിട്ടി ഇവിടെ നമുക്ക് ഓൾറെഡി സമ്മേഷൻ ആയിട്ട് തന്നത് നമ്മൾ എന്തായാലും കൊടുത്തു പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഓക്കെ സോ ഈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കാം നമുക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു summation over set ni product of 1 by n epsilon factorial into product over epsilon e raised to minus beta epsilon into n epsilon into കൊടുത്തു ഓക്കെ മൊത്തത്തിൽ പ്രൊഡക്റ്റിന് എന്ത് ചെയ്തു നമ്മൾ അങ്ങനെ ആക്കിയിട്ട് എഴുതി സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക മൊത്തത്തിലൊരു n ഫാക്ടോറിയലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക സോ 1 by n factorial into ഓൾറെഡി ഒരു സമ്മേഷൻ ഉണ്ട് സോ സമ്മേഷൻ ഓവർ ni കിട്ടി പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ കൂടെ നമ്മൾ ഒരു n ഫാക്ടോറിയൽ കൊടുത്തു n ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ഉണ്ടല്ലോ n ഫാക്ടോറിയൽ ഞാൻ ഇവിടെ കൊടുത്തു n ഫാക്ടോറിയൽ ഇൻറ്റു n സ്റ്റാർ ഫാക്ടോറിയൽ ഇൻറ്റു പ്രൊഡക്റ്റ് ഓവർ e raised to minus beta epsilon n epsilon കൊടുത്തുന്നുണ്ട് okay now this whole term ഈ മൊത്തത്തിലുള്ള ടേമിനെ okay this whole term can be represented as 1 by n factorial into ആ whole termനെ എങ്ങനെ എഴുതാൻ പറ്റും so will be equal to summation over e raised to minus beta epsilon raised to n ആയിട്ട് എഴുതാൻ പറ്റും okay raised to n ആയിട്ട് എഴുതാൻ പറ്റും let this be equation number 3 ആയിട്ട് കൊടുക്കാം okay using multinomial expansion multinomial expansion പഠിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് നോക്കണില്ല തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് എഴുതിയാൽ മതി ആക്ച്വലി കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സാധനം സോ മൾട്ടിനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ എഴുതി e raised to minus beta e raised to n ആക്കിയിട്ട് എഴുതി ഓക്കെ തൽക്കാലം അത് ഡയറക്റ്റ് തൽക്കാലം അങ്ങനെ തന്നെ വിടുക വേറെ അതിൻ്റെ മുകളിൽ ചെയ്യാതിരിക്കാന്നല്ല കാരണം വെറുതെ കുറേ സ്റ്റെപ്സ് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും വരാൻ പോകുന്നില്ല സോ മൾട്ടിനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ രീതിയിൽ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് അത് അതേപോലെ തന്നെ നോക്കാം ഓക്കെ സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും qn of vt will be equal to 1 by n factorial into summation over e raised to minus beta e raised to n കിട്ടും okay now what is e raised to minus beta e raised to minus beta is q1 ആണ് അല്ലേ q1 ആണ് so it will be equal to 1 by n factorial into q1 of vt raised to n നമുക്ക് മുന്നേ ഒബ്റ്റെയിൻ ചെയ്യുന്ന റിസൾട്ട് ആണ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഒരുപാട് ഒബ്റ്റെയിൻ ചെയ്ത റിസൾട്ട് ആണ് qn of vt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ q1 raised to n പിന്നെ മാക്സ്വൽ ബോൾട്സ്മാൻ ആയതുകൊണ്ട് ഒരു n ഫാക്ടോറിയലായിട്ട് എന്ത് ചെയ്തു നമ്മൾ ഡിവൈഡും കൂടി ചെയ്തു ഓക്കെ നൗ നമുക്ക് ഈ q1 of vt നമുക്ക് കണ്ടുപിടിക്കണം ഓക്കെ ഈ q1 of vt നമുക്ക് കണ്ടുപിടിക്കണം q1 of vt കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ നമുക്ക് n പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് മാക്സ്വൽ ബോൾട്സ്മാനിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ സോ q1 of vt കണ്ടുപിടിക്കാനായിട്ട് q1 of vt is summation over epsilon e raised to minus beta epsilon കൊടുത്തു ഓക്കെ നൗ ഈ സമ്മേഷൻ ഇന്റഗ്രേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ് സോ summation integral 0 to infinity e raised to minus beta e g of e de okay g of e de എന്ന് പറഞ്ഞാൽ represent degeneracyയുടെ ഒരു ടേം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം കണ്ടിന്യൂസ് നമ്മൾ ഇന്റഗ്രേഷൻ കൊടുക്കുന്നതിന്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാനാണല്ലോ കണ്ടിന്യൂസ് ആകുമ്പോൾ എന്തായാലും അവിടെ ഡീജനറസിയുടെ ഒരു പ്രശ്നം വരാതിരിക്കില്ല സോ ഡീജനറസി സൂചിപ്പിക്കാനായിട്ട് ഞാൻ കൊടുത്തു ഒരു g of e de കൊടുത്തു ഓക്കെ now ഈ g of e de എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ് അല്ലെ ഡീജനറസി ഉദ്ദേശിക്കുന്നത് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്
ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫെർമി എന്ന് പറയുന്നത് ഫേസ് സ്പേസിൽ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്ത് അതിലുള്ള ഏരിയ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒരുപാട് തവണ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ യൂസിങ് ദോസ് ഇക്വേഷൻസ് നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററിലും ഒക്കെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ഞാൻ ഇവിടെ കടെടുക്കുകയാണ്. ആക്ച്വലി കഴിഞ്ഞ ലെക്ചേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. സോ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ജി ഓഫ് പി ഡി പി. ജി ഓഫ് പി ഡി പി പറഞ്ഞാൽ നമ്പർ ഓഫ് ലെവൽസ് ഇൻ ബിറ്റ്വീൻ പി ആൻഡ് പി പ്ലസ് ഡി പി. പിന്റെയും പി പ്ലസ് ഡി പിയുടെയും ഇടയിലുള്ള ലെവൽസ് ആണ് ജി ഓഫ് പി ഡി പി. ഇതൊക്കെ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 4 pi p square dp. ഓക്കെ, മുന്നത്തെ ചാപ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടും. നൗ ജി ഓഫ് ഇ ഡി ഇ, എന്തായിരിക്കും? വിൽ ബി 4 pi v by h cube 4 pi. Now p is equal to root 2 me ആണ്. എങ്കിൽ is equal to p square by 2m ആണ്. സോ p square by 2, so p square നമുക്ക് കൊടുക്കാം 2me കൊടുക്കാം അല്ലേ. സോ p square നമുക്ക് 2me കൊടുക്കാം. ആൻഡ് ഡി പി കിട്ടണമെങ്കിൽ p is equal to root 2me കിട്ടും. സോ ഡി പി is equal to root x ന്റെ 1/2 root x into de വരും. ഓക്കെ, സോ ഇൻറ്റു ഡി പിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/2 ഇൻറ്റു 2 root me de വന്നു. സോ 2 ക്യാൻസൽ ചെയ്ത് പോയി. നൗ ഇതെഴുതാൻ പറ്റും നമുക്ക് 2 raised to അല്ല ഒരു റൂട്ട് 2m കൂടി വരില്ലേ? അതായത് റൂട്ട് ചെയ്യുമ്പോൾ 1/2 റൂട്ട് എക്സ്, പിന്നെ ഒരു റൂട്ട് 2m കൂടി വരില്ലേ? റൂട്ട് 2m കൂടി വരും. ഈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് 2m കൂടി വരും. സോ ഇവിടെ റൂട്ട് 2m കൂടി ഉണ്ട്. സോ റൂട്ട് 2m കൂടി ഉണ്ട്. സോ will be equal to v by h cube into 2 pi into ഇവിടെ 2m ഉണ്ട്, ഇവിടെ റൂട്ട് 2m ഉണ്ട്. സോ 2m raised to 3/2. പിന്നെ ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഇ raised to 1/2 വരും. ഇ raised to 1/2 വരും. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഓക്കെ, ആക്ച്വലി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തതിലാകെ തെറ്റി സംശയമുണ്ട്. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. സോ നമുക്ക് കിട്ടേണ്ടത് ഡി പി ആണ്. സോ ഡി പി ഈസ് ഈക്വൽ ടു റൂട്ട് 2me അല്ലേ? റൂട്ട് 2m കോൺസ്റ്റന്റ് ആയതുകൊണ്ട് റൂട്ട് 2m അവിടെ എടുത്താം. ഈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2 റൂട്ട് ഇ 1/2 റൂട്ട് എക്സ് ഓക്കെ ഇൻറ്റു ഡി. ഓക്കെ, നൗ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരും റൂട്ട് 2m ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഇ ഡി വരും. ഓക്കെ, സോ ഓക്കെ നൗ 2m റൂട്ട് 2m കൂടി 2m റേഷ്യോ 3/2 ആയി. ദിസ് 2 ആൻഡ് 2 ക്യാൻസൽ 2 പൈ ആയി. ഇവിടെ ഇ ഉണ്ട്, ഇവിടെ റൂട്ട് ഉണ്ട്. സോ ഈ രണ്ട് റൂട്ടാക്കിയിട്ട് എഴുതാം. സോ ദിസ് വിൽ ബി ഇ റേസ് ടു 1/2 ഡി ഇ ആയിട്ട് മാറും. ഓക്കെ, കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു ആക്ച്വലി. സോ therefore q1 of vt will be equal to integral 0 to infinity already e raised to minus beta e ഉണ്ട്. പിന്നെ v by h cube 2 pi 2m raised to 3/2 e raised to 1/2 de വരും.
ഓക്കെ റേസ് ടു 1/2 ഡി ഇ വരും. നൗ ഇതിനെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി, അല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് കോൺസ്റ്റൻസിനൊക്കെ ആദ്യം നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. സോ ഈ ബൈ എച്ച് ക്യൂബ് 2 2m റേസ് ടു 3/2 ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്. സോ അതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ത് വരും, ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഒരു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഉണ്ടാവും, ഇ റേസ് ടു 1/2 ഉണ്ടാവും, ഒരു ഡി ഉണ്ടാവും. ഓക്കെ ആക്ച്വലി ഇതൊക്കെ എപ്സിലോൺ ആണ്, കംപ്ലീറ്റ് എപ്സിലോൺ ഓക്കെ ഉണ്ടാവും. ഓക്കെ നൗ പുട്ട് t is equal to beta e, t is equal to beta e കൊടുക്കാം നമുക്ക്. സോ ഡി എന്ത് കിട്ടും, സോ ഡി ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ബീറ്റ കിട്ടും. ബീറ്റ കോൺസ്റ്റന്റ് ആണല്ലോ, ഡി ടി ബൈ ബീറ്റ കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു 2m റേസ് ടു 3/2 integral 0 to infinity ടീനെ നമ്മൾ എന്ത് കൊടുത്തു, ബീറ്റ ഇ കൊടുത്തു. നമ്മൾ ടീക്ക് നമ്മൾ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ കൊടുത്തു. സോ ഇ റേസ് ടു മൈനസ് ടി ഉണ്ടാവും, പിന്നെ ഇ റേസ് ടു 1/2 ഈക്ക് ടി ബൈ ബീറ്റ കൊടുക്കുകയാണെങ്കിൽ ടി റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ബീറ്റ റേസ് ടു 1/2 അല്ലേ, ഈസ് ഈക്വൽ ടു ടി ബൈ ബീറ്റ ആണല്ലോ, ആൻഡ് ഡി ഈസ് ടി ടി ബൈ ബീറ്റ. സോ ഡി ടി ബൈ ബീറ്റ കിട്ടും. ഓക്കെ സോ വിച്ച് വിൽ ബി ഈക്വൽ ടു വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു 2m raised to 3/2 integral 0 to infinity e raised to minus t raised to 1/2 beta raised to t/2 t കിട്ടും നമുക്ക്. ഓക്കെ നൗ ബീറ്റ ഈസ് കോൺസ്റ്റന്റ് ആണ്, ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/kt ആണ്. സോ 1/kt raised to 3/2, സോ അത് വരും kt raised to 3/2 വരും. സോ kt raised to 3/2 കൊടുക്കാം, ഈ 2mൻ്റെ കൂടെ നമുക്ക് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു v by h cube into 2 into 2m kt raised to 3/2 into integral 0 to infinity e raised to minus t raised to 1/2 dt വരും. kt raised to 1/2 dt വരും. അഗെയിൻ ഈ ഇൻ്റഗ്രല് നമ്മൾ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഗാമയുടെ ഇൻ്റഗ്രലാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാമ 3/2 കിട്ടും. ഗാമ 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് π/2 നമ്മൾ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ഇൻ്റഗ്രലാണ്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 2 2m kt raised to 3/2 into which will be root π/2 അല്ലേ, is root π/2 വരും. ഓക്കെ റൂട്ട് π/2 വരും. Now നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, now we can cancel out 2 and 2 and പൈയും റൂട്ട് പൈ കഴിഞ്ഞാൽ 3/2 ആവും. സോ നമുക്ക് എന്ത് വരും, വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു അപ്പം അതിനുള്ളിൽ കൊടുക്കാം. സോ 2πm kt raised to 3/2 2πm kt raised to 3/2 and which can be represented as v by lambda cube ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. or lambda is the mean thermal de Broglie wavelength. Okay, or lambda is the mean thermal de Broglie wavelength ആണ്, and lambda is given by lambda is equal to h by root of 2πm kt. Okay, this is the mean thermal de Broglie wavelength, mean thermal de Broglie wavelength കിട്ടി. ഓക്കെ സോ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ നമുക്കിപ്പോൾ Q1 of V, Q1 of D, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V by
lambda cube t. Now Qn of v comma t എന്തായിരുന്നു? It is 1 by n factorial into Q1 of v comma t raised to n ആയിരുന്നു അല്ലേ? സോ അതിന് നമുക്ക് raised to n കൊടുത്ത് നോക്കാം. So it will be equal to 1 by n factorial into now v raised to n divided by lambda cube already into lambda raised to 3 n വരും. Okay, so this is the partition function. So this is the partition function in Maxwell-Boltzmann statistics. Maxwell-Boltzmann statistics ഉള്ള എന്ത് കിട്ടി നമുക്ക് partition function കിട്ടി. ഓക്കെ, സോ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്ന സാധനങ്ങളാണ്. Maxwell-Boltzmann സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള എന്താ പറയുന്നത് പാർട്ടീഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതേപോലത്തെ ഇപ്പോൾ മാക്സ്വെൽ ബോൾട്സ്മാൻ മാത്രമായിട്ടുള്ളൂ, ഇതേപോലെ ഫെർമി ഡിറാക്കും ഉണ്ട്, അതുപോലെ തന്നെ ബോസ്-ഐൻസ്റ്റീനും ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ